അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. സുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. അപ്പോ ഇന്നും ഇതില് തെളിവെടുപ്പും മറ്റും ഉണ്ടാവും. ഇന്നുണ്ടാകൂല, നാളെ ആയിരിക്കും മിക്കവാറും ഉണ്ടാകുക. ചിലപ്പോ ഇന്നലെ കാണാൻ സാധ്യതയുണ്ട്. അതെ. ഇപ്പോ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അഫാൻ മറ്റൊരു യുവതിയെയും ലക്ഷ്യമിട്ടിരുന്നു. ചില ചാറ്റുകളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച്, അതായത് അവരെ കൊലപ്പെടുത്താനായിരുന്നു ലക്ഷ്യമിട്ടതെന്നൊക്കെയാണ് ഇപ്പൊ പോലീസ് പറയുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇന്നിപ്പോ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു വിവരമാണ്. നേരത്തെയും മറ്റു ചിലരും കൂടി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ബന്ധുവായ മറ്റൊരു യുവതിയെയും അഫാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ്. അതായത് അഫാന്റെ ലക്ഷ്യം അവരെ കൊലപ്പെടുത്തി മാല സ്വർണം കൈക്കലാക്കുക, ആ ഒരു ലക്ഷ്യമായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഒരു പോലീസിന് ഒരു സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ സൽമാ ബീവിയുടെ കൈവശം 2 മാലകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു മാല ഒരു ബന്ധുവിന് കൊടുത്തിരുന്നതായിട്ട് റിപ്പോർട്ട് അങ്ങ് പുറത്തു വന്നു. ആ യുവതിയാണോ ഈ യുവതി? സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു യുവതിയെ ലക്ഷ്യമിട്ടിരുന്ന സൂചന മാത്രമേ പോലീസിന് കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അഫാന്റെ ഫോണ്, തീർച്ചയായിട്ടും ഫോണ് പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തെളിവുകളായിട്ട് കിട്ടും. അപ്പൊ ഫോണില് ഈ അഫാൻ ഇങ്ങനെ സന്ദേശം അയച്ചിട്ടുണ്ട്. അഫാൻ അയച്ച സന്ദേശങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു സൂചനയിലേക്ക് പോലീസ് എത്തിയത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു ഷെമിയുടെ ഒരു അവസ്ഥ. അപ്പോ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഷെമിയുടെ ചോദ്യം ചെയ്യലിലേക്കാണ്, അല്ലെങ്കിൽ ഷെമിയുടെ മൊഴിയിലേക്കാണ്. ഇനി അവർ ഉറ്റുനോക്കുന്നത് ഷെമിയുടെ ആ ഒരു മൊഴിയിലേക്കാണ്. കാരണം ആ കൊലപാതകം നടന്ന ആ ഒരു ദിവസം, അതായത് ഷെമിയാണ് ആദ്യം ആക്രമിച്ചു തുടങ്ങിയത്. അപ്പൊ അന്നത്തെ ദിവസം പെട്ടെന്ന് ഒരു ആക്രമണത്തിലേക്ക് അഫാനെ നയിച്ചത് എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഏക ഒരു വ്യക്തി ഷെമിയാണ്. അപ്പോൾ മാത്രമേ എന്തുകൊണ്ട് ഇതിന്റെയൊക്കെ ഒരു മൂലകാരണം എന്താണ്, അല്ലെങ്കിൽ അഫാൻ പെട്ടെന്ന് പ്രകോപിതനാകുന്നു, പെട്ടെന്ന് ഉമ്മയെ ആക്രമിക്കുന്നു, ഉമ്മയെ ആക്രമിച്ച ശേഷം ചുറ്റിക വാങ്ങി ഓടി നടന്ന് എല്ലാവരെയും കൊലപ്പെടുത്തുന്നു. അപ്പൊ എന്തിനാണ് അന്ന് ദിവസം അവിടെ എന്താണ് ഉണ്ടായത്, ഈ ഉമ്മയ്ക്കും മകനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ഷെമിക്ക് മാത്രമല്ല പല സ്റ്റേറ്റ്മെന്റും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അഫാൻ പറയുന്നുണ്ടായിരുന്നല്ലോ തന്നെ ഷെമിയും കുറ്റപ്പെടുത്തി, അപ്പൊ ഇതിൽ പ്രകോപിതനായി എന്നാണ് പറഞ്ഞത്. ആർഭാടത്തിന് കാരണം നീയാണ് എന്നൊക്കെ പറഞ്ഞ് ഷെമി കുറ്റപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് അഫാൻ പറയുന്നുണ്ട്, എങ്കിൽ പോലും ഷെമിയുടെ ഒരു മൊഴിക്ക് വലിയൊരു പ്രാധാന്യം ഇല്ലേ? തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. പക്ഷെ മകനെ രക്ഷപ്പെടുത്തുന്ന രീതിക്ക് കട്ടിൽ നിന്ന് താഴേക്ക് വീണതാണെന്ന് തന്നെയാണ് മൊഴി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വിവരങ്ങളൊന്നും അഫാന്റെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അഫാനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. അപ്പോ പക്ഷെ അഫാനെ സംരക്ഷിക്കുക, അതായത് എന്നെ ആക്രമിച്ചത് അഫാനല്ല എന്ന് പറയുക, ആ ഒരു മകനെ സംരക്ഷിക്കൽ. മാത്രമല്ല ഈ ക്രൂര കൊലപാതകങ്ങൾ അഫാൻ ചെയ്തു എന്ന് ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. ഈ എല്ലാവരും മരിച്ചു എന്ന് അറിയിച്ചപ്പോൾ പോലും വാഹനാപകടത്തിൽ എല്ലാവരും മരിച്ചു എന്നാണ് ഉമ്മയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മ ആവശ്യപ്പെട്ടത്, എന്നാൽ അഫാൻ എവിടെ, എനിക്ക് അഫാനെ കാണുന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പോ ഇനി ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് അഫാന്റെ കൊലപാതക പരമ്പര, അഫാനാണ് കൊലപ്പെടുത്തിയത്, ഇത്രയും പേരെ കൊലപ്പെടുത്തി, ഇതൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇനി എന്തായിരിക്കും ഷെമി പറയുക? അപ്പോൾ ഷെമിയുടെ നാവിൻ തുമ്പിലുള്ള രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇനി ഷെമിയുടെ ആ ഒരു മൊഴിയെടുപ്പിലാണ് ഇനി അവർ ഉറ്റുനോക്കുന്നത്. തോന്നുന്നുണ്ടോ ഷെമി സത്യം പറയും? എന്തുകൊണ്ട് ഇനി സത്യം പറഞ്ഞുകൂടാ? കാരണം ഇത്രയും കാലം മകനെ സംരക്ഷിക്കുക എന്നൊരു കാര്യത്തിലായിരുന്നു ആ അമ്മ മനസ്സ് അത് ഹൈഡ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇനി ഉറപ്പായിട്ട് എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ ഉറപ്പായിട്ട് സത്യം പറയൂലേ? ഇനി എന്താണ് മറച്ചു വെക്കാനുള്ളത്? ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അഫാൻ പറഞ്ഞു കഴിഞ്ഞൂലേ? അപ്പൊ ഇനി ഉമ്മയ്ക്ക് ഇനി സാമ്പത്തിക ഇടപാട് എന്തുണ്ടായി, അന്ന് ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്, ഇതിപ്പോ ഒന്നും അറിയാതിരുന്നത് കൊണ്ട് അമ്മ മകനെ സംരക്ഷിക്കാൻ നോക്കിയെന്നല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സത്യം പറയുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിലയിരുത്തൽ. അത് മറിച്ചാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കാരണം ഈ അഫാനും ഷെമിയും, അതായത് ഇവര് രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്പരം ഇവര് രണ്ടുപേരും പറഞ്ഞത് നിങ്ങളുടെ ആഡംബരം കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത വന്നതെന്നാണ് പറയുന്നത്. അഫാൻ പോലും ഉമ്മ ഷെമിയോട് എന്തുകൊണ്ട് പ്രകോപനം തോന്നി പറയുമ്പോൾ ഉമ്മ പറയുന്നത് നിന്റെ ആർഭാടം കാരണമാണ് ഇത്രയും സംഭവം വന്നതെന്നും. പിന്നീട് ഈ പറയുന്ന അഫാൻ തന്നെ പറയുന്നുണ്ട് ഉമ്മയുടെ ആർഭാടം കാരണമാണ് ഇത്രയും സാമ്പത്തിക ബാധ്യത വന്നത്. അപ്പൊ രണ്ടുപേരും പരസ്പരം അങ്ങും ഇങ്ങും പറയുകയാണ് അവര് തന്നെ വരുത്തിയ സാമ്പത്തിക ബാധ്യത കാരണമാണ് ഇത്തരത്തിൽ വന്നതെന്ന്. അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, ഒരു ഒളിച്ചു വെക്കൽ അതിൽ നടക്കുന്നില്ലേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ അമ്മയ്ക്ക് ഇളയ മകൻ നഷ്ടമായിരിക്കുകയാണ്, പലതും നഷ്ടമായിരിക്കുകയാണ്. മൂത്ത മകന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ എല്ലാം നഷ്ടമായി നിൽക്കുന്ന ഒരു അമ്മയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും മറയ്ക്കും, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു രീതിയിൽ ഒരു നീക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ സത്യങ്ങളെല്ലാം
പറയാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് അല്ല, എന്റെ ഒരു വിലയിരുത്തൽ. വേണമെങ്കിൽ നമുക്ക് പറയാം അമ്മ മനസ്സ് അഫാന് എന്താ പോലീസിന്റെ കൈകൾ ഏൽപ്പിക്കാതിരിക്കാൻ അമ്മ ഹൈഡ് ചെയ്യുന്നതാണ്. ചിലപ്പോ അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അത് ഷെമി മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എന്താ പറയാ ഒരു കള്ളത്തരം ഷെമി പറഞ്ഞെങ്കിലും അതാണ് അതെന്താണ് എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ അത് എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. അപ്പോ ഷെമിയുടെ ഒരു ആരോഗ്യസ്ഥിതിക്ക് നല്ല രീതിയിലായിട്ട് ഷെമിയുടെ മൊഴി എടുക്കുമ്പോൾ മാത്രമേ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാകുകയുള്ളൂ. രണ്ടുപേരും എന്ന് വെച്ചാൽ ഇപ്പൊ അഫാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഷെമിയുടെ കൂടി, അതായത് അന്ന് ആദ്യത്തെ ആക്രമണം ഏറ്റുവാങ്ങുന്ന വ്യക്തി ഷെമിയാണ്. അപ്പോൾ അതിന് മുന്നേ എന്താണ് സംഭവിച്ചത്, അതൊരു വലിയ പോയിന്റ് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഷെമി ഇനി എന്താണ് പറയാനുള്ളത്, ഷെമിക്ക് എന്താണ് പറയാനുള്ളത്, അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത്, ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്. അപ്പൊ അതിലൊക്കെ ഇനി ഷെമി ഒരു കള്ളം പറയും അല്ലെങ്കിൽ മറച്ചു വെക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് വളരെ നിർണായകമായി മാറും. എന്തായാലും ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പല സത്യങ്ങളും പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം. ഇത് മാത്രമല്ല, മറ്റേ ഉമ്മുമ്മനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അന്നത്തെ ദിവസം തന്നെ വിളിച്ചു ചോദിച്ച 4 കടക്കാർക്കായിരുന്നു അഫാൻ ക്യാഷ് കൊടുത്തിരുന്നത്. പിന്നെ ഈ മുളക് പൊടിയൊക്കെ ബാഗിൽ സൂക്ഷിച്ചിരുന്നത് ഈ കടം കൊടുക്കാനുള്ളവര്, അതായത് ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ളവര് അന്നത്തെ ദിവസം വീട്ടിലേക്ക് വരും, അവരെ ആക്രമിക്കണം എന്നൊരു പദ്ധതിയും കൂടെ പ്രതി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു. അപ്പോ അന്നത്തെ ദിവസം ആ വീട്ടിലേക്ക് വന്നിരുന്നു എങ്കിൽ തീർച്ചയായും ആ കടക്കാരെ സഹിതം കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയേനെ. അതായത് ഒരു എന്താ പറയാ ഒരു നീണ്ട ഒരു കൊലപാതകം നടത്താൻ പോലും പ്രതി പ്രിപ്പയർഡ് ആയിരുന്നു. ഈ കുടുംബത്തിൽ മാത്രമല്ല, തനിക്ക് കടം നൽകിയ അല്ലെങ്കിൽ തന്റെ ഉമ്മയ്ക്ക് കടം കൊടുത്ത പലരെയും കൊലപ്പെടുത്തണം എന്നൊരു ഉദ്ദേശം തന്നെ പ്രതി അവിടെ ലക്ഷ്യമിട്ടിരുന്നു. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ പറയുന്ന ഇപ്പൊ വാട്സപ്പിലെ ചാറ്റ് വീണ്ടെടുത്തത്. ഒരു യുവതിക്ക് സന്ദേശം അയച്ചത് കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം, അതായത് പ്രതിയുടെ മൈൻഡിൽ മുഴുവൻ തനിക്കിനി കടങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം പോലും അവിടെ വരുത്തരുത്, അതിന് കാരണക്കാരായ എല്ലാവരെയും കൊലപ്പെടുത്തണം. ഈ ലത്തീഫിൽ നിന്ന് പോലും 80,000 രൂപ ഇവർക്ക് കടമുണ്ടായിരുന്നു. അപ്പോ ലത്തീഫിനെ കൊലപ്പെടുത്തുന്നു. ഇത് കണ്ടുവന്ന ഭാര്യ അതിക്രൂരമായിട്ടൊക്കെയാണ് കൊലപ്പെടുത്തിയത്. ലത്തീഫിനെ കൊലപ്പെടുത്താൻ ലത്തീഫിനോട് വലിയ രീതിയിലുള്ള പ്രതികാരം അല്ലെങ്കിൽ ഭയങ്കര പകയാണ് ഈ അഫാൻ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അഫാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് പരിഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു, കടം കയറാനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു. അതിലുപരി ലത്തീഫ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതായത് ഇത്രയും കടബാധ്യതയുള്ള നീ കല്യാണം കഴിച്ചാൽ എന്താകും, വിവാഹം കഴിച്ചാൽ എന്താകും എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ വലിയ രീതിയിൽ അഫാനെ ബാധിച്ചു. അതൊക്കെ ഈ പക കൂട്ടുന്ന തരത്തില്, ഈ എരിയുന്ന തീയിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ അത് ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ ഈ ചോദ്യങ്ങളും ഈ ഉപദേശങ്ങളും ഒക്കെ ലത്തീഫിനോടുള്ള പക വർദ്ധിപ്പിക്കുകയാണ് അഫാന് ചെയ്തത്. അപ്പൊ അത് മാത്രമല്ല, അഫാനെ സംബന്ധിച്ച് ആരോടും ഒരു നമുക്കറിയാലോ എങ്ങനെയാണ് ഇപ്പോ ഈ തെളിവെടുപ്പിനൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ എന്താ പറയാ അവരെയൊക്കെ തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അഫാനുള്ളത്. അത് നമുക്ക് ആ ഫർസാനയുടെ സംഭവത്തിൽ തന്നെ മനസ്സിലാകും. ഫർസാന സഹായിക്കാൻ മാത്രമാണ് നോക്കിയത്. പക്ഷെ വീട്ടുകാര് മാല ചോദിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഫർസാനയ്ക്ക് അഫാനോട് അത് ചോദിക്കേണ്ടി വരുന്നു. നീ അത് എത്രയും വേഗം എടുത്തു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഫർസാന അവന്റെ ഒരു ശത്രുവായി മാറിയത്. പിന്നെ ഈ ഷെമിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കാൻ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ, ഈ ഷെമിക്ക് ഈ അഫാനും ഫർസാനയും തമ്മിലുള്ള ബന്ധം, അവർക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ അഫാൻ പലപ്പോഴും പറയുന്നുണ്ട് ഷെമിയെയും ലത്തീഫ് അപമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലത്തീഫ് ഇങ്ങനത്തെ ഇത്. അപ്പോ തീർച്ചയായിട്ടും ഷെമിക്ക് അറിയാം ലത്തീഫും അഫാനും തമ്മിലുള്ള ബന്ധം എന്താണ്. അതുപോലെ തന്നെ അഫാനും സാജിദയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഷെമിക്ക് പറയാൻ സാധിക്കും. അഫ്സാനുമായിട്ട് അഫാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അടുത്ത ഉമ്മയാണ്. അപ്പോ ഈ രണ്ടുപേരെ അറിയാവുന്നവരാണ്. അപ്പൊ അവർക്ക് ഈ കൊലപ്പെടുത്തിയവരുമായിട്ടുള്ള അഫാന്റെ ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു മനോഭാവം, ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഷെമിക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനാകും എന്ന്, അത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു നിർണായകമായ വഴിത്തിരിവാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഷെമിയുടെ 2 ദിവസത്തിനുള്ള ആശുപത്രി വിടുമെന്നാണ് ബന്ധുക്കളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഷെമിയുടെ ഒരു മൊഴി എടുക്കുമ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞ ശേഷമുള്ള ആ ഒരു മൊഴി എന്തായിരിക്കും എന്നത് ഏറ്റവും നിർണായകമായി തന്നെ മാറും. എന്തായാലും ഇപ്പോ കിളിമാനൂർ പോലീസാണ്, അതായത് ലത്തീഫിന്റെ കൊലപാതകം അന്വേഷിക്കുന്ന കിളിമാനൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അപ്പോ
ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ഈ അഫ്സാനെയും ഫർസാനെയും കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഓരോ സത്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇതില് റഹീമിനും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമായിരിക്കും. കാരണം റഹീമിനോടും അഫാൻ നല്ല രീതിക്ക് തന്നെ പക മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതാണ് വീടിന് ഗ്യാസ് ഗ്യാസ് ഒക്കെ തുറന്നു വെച്ചുകൊണ്ട് ആ വീട് വരെ കത്തിപ്പോകട്ടെ എന്നുള്ള രീതിക്ക് ഒരു മനോഭാവം വെച്ചു പുലർത്തിയത്. കാരണം തനിക്ക് കിട്ടാത്തത് പിതാവ് റഹീമിനും കിട്ടരുത്, മറ്റുള്ളവർക്കും കിട്ടരുത് എന്നൊക്കെയുള്ള ഒരു മൈൻഡാണ് അഫാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഹീമിന് ഒരുപാട് പരിമിതിയുണ്ട്. ഈ കാര്യങ്ങൾ അറിയുന്നതിലൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. കാരണം അദ്ദേഹം എത്രയോ വർഷം ഗൾഫിലായിരുന്നു. ഈ നാട്ടിൽ ഇവർക്ക് ഇത്രയും കടം പെരുകുന്ന കാര്യം പോലും ആ മനുഷ്യൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല. ബന്ധുക്കളൊക്കെ പങ്കുവച്ചിട്ടുണ്ടാവില്ലേ? സ്വാഭാവികമായും ബന്ധുക്കൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ പറഞ്ഞു കാണില്ല, ഇങ്ങനെ തന്നെ നാട്ടില് ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു കാണില്ലേ? അറിയില്ല. പക്ഷെ പുള്ളി ഇതുവരെ പറഞ്ഞതനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത ഇല്ലാത്ത മനുഷ്യൻ എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കടത്തിന്റെ കാര്യം അറിയില്ല, ഇന്ന കാര്യം അറിയില്ല, ഫർസാനായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം തനിക്ക് ചെറിയൊരു സൂചന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇടയ്ക്ക് ക്യാഷ് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസ് പരിശോധിച്ച രേഖകളിലൊന്നും ആ ക്യാഷ് അയച്ചു കൊടുത്തതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് പരിമിതി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ അറിയുന്നതിൽ. അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയില്ല. അപ്പോൾ കൂടുതലും അറിയാവുന്നത് ഷെമിക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഷെമി മാത്രം ഈ ഒരു ആക്രമണത്തിൽ നിന്ന് ബാക്കിയായത് എന്തൊക്കെയോ വഴിത്തിരിവുകൾ സംഭവിക്കാനാണ് എന്നാണ് ഇപ്പോഴും ഒരു നിഗമനം. അപ്പോ റഹീമിനെക്കാളും കൂടുതലും അറിയാവുന്നത് ഷെമിക്ക് തന്നെയാണ്. അപ്പോ ഷെമിക്ക് കൂടുതൽ പറയാനുണ്ടാകും, ഷെമിയിൽ നിന്ന് ഒരുപാട് അറിയാനുണ്ടാകും. ഇനി അറിയേണ്ടതും ഷെമിയിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഷെമിയുടെ ഒരു ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരാൻ. അഫാൻ പറയുന്നത് മുഴുവൻ തനിക്ക് എന്തുകൊണ്ട് അവരോട് വൈരാഗ്യം തോന്നിയെന്നും അവരെയൊക്കെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന രീതിയൊക്കെ മാത്രമേ അഫാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കൃത്യമായ അത് മാത്രമേ അഫാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഈ കടമൊന്നും നിങ്ങൾ ഗൾഫിലുള്ള അബ്ദുൾ റഹീമിനെ അറിയിച്ചില്ല എന്നത് ഇവിടെ വലിയൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തുകൊണ്ട് റഹീമിനെ ഈ കടങ്ങൾ റഹീം അറിയാതെ വരുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റൊരാളുടെ ഇടപെടൽ കൂടെ ഈ വിഷയത്തിൽ ഉണ്ടായോ എന്നത് സംശയകരമാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇനി ഉത്തരം തരാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഷെമിയാണ്. അപ്പോ ഷെമിയുടെ മൊഴി എന്താണെന്ന് അറിയണം. ചിലപ്പോൾ ഈ ലത്തീഫിനോട് പ്രതികാരം തോന്നാൻ കാരണം അന്നത്തെ ദിവസം തന്നെ ഈ ലത്തീഫ് പലതരത്തില് ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്റെ പൈസ എത്രയും വേഗം തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴായിട്ട് ദേഷ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഈ വിവരം റഹീമിനെ അറിയിക്കുമെന്ന വല്ല ഭീഷണി മുഴക്കിയിട്ടുണ്ടോ എന്നൊക്കെ സംശയകരമാണ്. റഹീം അറിയാൻ പാടില്ല എന്നൊരു ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഈ ഷെമിയും മകൻ അഫാനും. ഇരുവരും വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിയിരിക്കുന്നത്. 1-2 ലക്ഷമല്ല, 70 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പൊ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും അഫാൻ എങ്ങനെ അഫാൻ എന്നല്ല, ഒരിക്കലും ഈ ഒരു ചോദ്യം ഉയർന്നില്ലേ എന്നാണ് എന്റെ സംശയം. അതായത് എന്തുകൊണ്ട് അബ്ദുൾ റഹീമിനെ ഈ കടങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ അറിയിച്ചില്ല എന്നൊരു ചോദ്യം അഫാനോട് ഇതുവരെ ഉന്നയിച്ചില്ലയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതെ, തീർച്ചയായിട്ടും പോലീസും പലതും പുറത്തേക്ക് വിട്ട് സംസാരിക്കുന്നില്ല. കാരണം അവർക്കും ഇതില് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ചിലതൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേസിൽ നിന്ന് വേറെ പലതരത്തിലേക്കും പോകുമെന്നത് കൊണ്ടാകാം തീർച്ചയായും പോലീസും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാം.